മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തു നിന്ന ആ ഒരു ദിവസം എത്താണ് മഹാലക്ഷ്മിയുടെ 7ാം മാസത്തെ ചടങ്ങ് നടത്തുന്ന ദിവസം. അന്നാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആ ചടങ്ങ് അലങ്കോലമാക്കണമെന്ന് ഉണ്ണിക്ക് വളരെ വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും ദുർഗയ്ക്കാണെങ്കിൽ അത്ര ഒരു താല്പര്യം അതിനോടില്ല. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ പല പ്രാവശ്യം മഹാലക്ഷ്മിയെ കണ്ണനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെയാണ്. ഇപ്പോൾ അവസാനമായിട്ട് പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയെ കണ്ണനെ കൊല്ലാനായി പോയിട്ട് അയാൾ തന്നെ എന്തോ സംഭവിച്ച് സമനില തെറ്റിയ അവസ്ഥയിലായതുകൊണ്ട് ദുർഗ പറയുന്നുണ്ട്, വേണ്ട, നീ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്തായാലും അവനോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ തരും, അതുകൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് പറയുമ്പം ഇനി അയാളോട് നല്ലോണം നിൽക്കണ പരിപാടിയൊന്നുമില്ല. അമ്മ വേണമെങ്കിൽ അയാളുടെ അടിമയായിട്ട് നിന്നോ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവരുടെ ചടങ്ങ് മുടക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഉണ്ണി ദേഷ്യത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഞ്ജു സാഹറും കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്, ഏട്ടനും ഏടത്തെയും ഒരുപാട് സൂക്ഷിക്കണം, എവിടെ നിന്നാ ആക്രമണം ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കരുണേടത്തെയും ഉണ്ണിയേട്ടനും അമ്മയും അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ മഞ്ജു, എന്തായാലും ഞങ്ങൾ അത് നോക്കി തന്നെ നിൽക്കുള്ളൂ. ഇനി അവർ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. രണ്ടെണ്ണത്തിനെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അന്നേരം നിനക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതിനെന്തിനാ കണ്ണേട്ടാ ഞാൻ വിഷമിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ആ സാഹചര്യം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ ഇവിടുന്ന് പുറത്താക്കണം. അതിന് എനിക്കൊരു വിഷമമില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു, ഇപ്പോൾ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പ്രതാപ ഇരുന്ന് പറയണത്? കരുണമോളുടെ ജീവിതം തകർക്കാനാണോ നീ നോക്കണേന്ന് ചോദിക്കുമ്പോൾ ആ കരുണയുടെ ജീവിതമൊക്കെ തകരട്ടെ, അവൾക്കാണെങ്കിൽ പേര് മാത്രമേ കരുണാന്നുള്ളൂ, അവൾക്കൊരു കരുണയില്ല ആരോടും. അങ്ങനെയുള്ള ദുഷ്ടയുടെ ജീവിതം തകർന്നെന്ന് ഓർത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ലക്ഷ്മി മോളുടെ ജീവിതത്തിനൊന്നും സംഭവിക്കരുത്, അവൾ പാവ, നിങ്ങളെ കൂട്ടൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഒരു ബോധവും ഇല്ലാണ്ടായോടാ, നീ എന്തൊക്കെയാണ് ഈ പറയണത്? കരുണമോൾക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായിട്ടുള്ള നീയാണോടാ ഇപ്പോൾ കരുണമോളെ കുറ്റം പറയണതെന്ന് ചോദിക്കുമ്പം അന്നത്തെ ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെയല്ല, വിശ്വനാഥൻ്റെ കൂടെ കൂടിയ പിന്നെ എൻ്റെ സ്വഭാവമൊക്കെ മാറി. ഇനി കരുണയില്ലാത്ത കരുണയോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ലക്ഷ്മി മോളെ മാത്രമേ സ്നേഹിക്കുള്ളൂ, നിങ്ങളും വേണമെങ്കിൽ ലക്ഷ്മീനെ സ്നേഹിച്ചോ, അതാ നിങ്ങൾക്ക് നല്ലതെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മേനെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടെ വെളിയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ണിയുടെ കാറ് വരുന്ന കാണുന്നുണ്ട്. ഇവർ ഉണ്ണിയെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുന്നതാണ്. ഇവർക്കറിയാം എന്തായാലും 7ാം മാസത്തെ ചടങ്ങ് അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നു. അതിന് ഉണ്ണിക്കൊരു താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ മാർക്കോയും ലോപ്പസും നിൽക്കുന്നത്. അങ്ങനെ ഉണ്ണി കാറുമായിട്ട് വരുന്ന സമയത്ത് മാർക്കോനെയും ലോപ്പസിനെയും കാണുമ്പം ഉണ്ണി ചെറിയൊരു പേടിയോടുകൂടി തന്നെ കാറ് നിർത്തുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മാർക്കോ ഡോറ് തുറന്നിട്ട് ഉണ്ണിയെ വലിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ പ്ലാൻ എന്താടാ? എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ല, ഞാൻ കരുണയെ വിളിക്കാൻ പോണേന്ന് പറയുമ്പോൾ കരുണയെ വിളിക്കാൻ പോണേനൊന്നും കുഴപ്പമില്ല, അതും ആ കരുണയില്ലാത്ത കരുണയെ. എന്തായാലും ഇന്നത്തെ മഹാലക്ഷ്മിയുടെ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് നീയോ നിൻ്റെ അമ്മയോ ആ കരുണ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെയൊക്കെ അവസാനമായിരിക്കും, നിങ്ങളെയൊക്കെ ഞാൻ മണ്ണിട്ട് മൂടും, അതിലൊരു സംശയമില്ല കേട്ടല്ലോടാന്ന് പറയുമ്പം ഞാനതിന് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയാലോ, നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കൊന്നും ഈ ചടങ്ങ് നടക്കുന്നത് സഹിക്കൂലല്ലോ. പിന്നെ ഇപ്പോൾ ആ പ്രതാപൻ സമനില തെറ്റി കിടക്കുന്നത് കൊണ്ട് അവൻ്റെ ശല്യം ഉണ്ടാവില്ല, ഇനി നിനക്കായിരിക്കും ആ അവസ്ഥ വരാൻ പോണേന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാനൊന്നിനുമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ നടക്കണേ, അവിടെ ചടങ്ങ് നടന്നാലും എനിക്ക് കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകാനൊടുങ്ങുമ്പോൾ മാർക്കോ പിടിച്ചെടുത്തിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ കൂടി പറയാം, കണ്ണൻ സാറിനോ മഹാലക്ഷ്മിക്കോ ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് വരും. പിന്നെ നിൻ്റെ അവസ്ഥ ആ പ്രതാപൻ്റെ മേഘനാഥൻ്റെ അവസ്ഥയായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഉണ്ണി അവരുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടുമല്ലോ എന്ന് ഓർത്ത് പേടിച്ച് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയാണെങ്കിൽ കരുണയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് കരുണ റെഡിയായി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി അകത്ത് കയറി അച്ഛനെ കാണാമെന്ന് പറയുമ്പോൾ കരുണ, വേണ്ട ഉണ്ണിയേട്ടാ, ഇപ്പം അച്ഛൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഉണ്ണിയേട്ടൻ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ ഉള്ള സമാധാനം കൂടി പോകും, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്നാലും കരുണേ ഞാനിവിടെ വരെ വന്നതല്ലേ, എന്തായാലും നിൻ്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, ഇപ്പോൾ ആൾ ഭയങ്കര വയലൻ്റാണ്, എന്നെ വരെയും കണ്ട വഴുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഉണ്ണിയേട്ടനെ കണ്ട എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പോകാം ഉണ്ണിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണിയുടെ കൂടെ പോകുന്നുണ്ട്.
അങ്ങനെ പോണ വഴിക്ക് കർണ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഭയങ്കര ഗംഭീര പരിപാടിയാണ് നടത്താൻ പോകുന്നത്. ആ ചടങ്ങ് മുടക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ ഉണ്ണിയേട്ടാ, നിങ്ങൾ വെറും ഒരു പൊട്ടനാലോ എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ആ ചടങ്ങ് മുടക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ജീവനോടെ കുഴിച്ചിടുന്ന ആ മാർക്കോയും അവൻ്റെ കൂട്ടുകാരൻ ലോപ്പസും പറഞ്ഞേക്കണേ. അത് മാത്രമല്ല അമ്മയും പറഞ്ഞു ഇപ്പം ഇനി ആവശ്യമില്ലാത്തതിനൊന്നും പോകണ്ടെന്ന്. ഇപ്പം തന്നെ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ, കണ്ണനെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ലോറിയും കൊണ്ട് പോയ ആളാണ് ഇപ്പം സമനില തെറ്റിയ പോലെ പെരുമാറണേ. അത് മാത്രമാണോ, ഇതിനു മുമ്പ് അമ്മാവനെ അവരെ കൊല്ലാൻ നോക്കിയിട്ട് അമ്മാവൻ വീൽ ചെയറിലായി. ഇപ്പം മേഘേട്ടനാണെങ്കിൽ കോമ സ്റ്റേജിൽ കിടക്കുക. ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കിപ്പോൾ നല്ല പേടിയുണ്ട്. എല്ലാവരും പറയണ പോലെ നിൻ്റെ ചേച്ചിക്ക് എന്തോ ദൈവിക ശക്തി ഉണ്ടെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് ദൈവിക ശക്തി ഉണ്ടായിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ പേടിയായതുകൊണ്ട്. അതെങ്ങനെയാണ്, തലയിൽ ആൾതാമസം ഉണ്ടെങ്കിലല്ലേ ഐഡിയപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പം നിൻ്റെ അച്ഛൻ്റെ തലയിൽ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ അയാൾ സമനില തെറ്റിയാണല്ലോ നടക്കണേ, ആരെയോ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എപ്പോഴും. ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ എങ്ങാനും ആണോ നിൻ്റെ അച്ഛൻ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ കാരണം ഒന്നങ്ങോട്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട് ആവശ്യമില്ലാത്തത് പറയില്ല ഉണ്ണിയേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കമലേശ്വരത്തേക്ക് കരുണയും ഉണ്ണിയും വന്നിറങ്ങണതാണ്. വന്നിറങ്ങണ കാണുമ്പോൾ ദുർഗ വന്നിട്ട് മോള് വന്നോ, എന്തായാലും മോള് വന്നത് നന്നായി, ഇനിയിപ്പോൾ മോള് വന്നില്ല എന്നും പറഞ്ഞാൽ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് വന്നതൊന്നുമല്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ അവസ്ഥ അതായി പോയില്ലേ. ഇതുപോലെ ഞാൻ അവളുടെ മുമ്പിൽ ഇതിനു മുമ്പ് ഒരിക്കലും താഴ്ന്നു നിന്നിട്ടില്ല. അവളുടെ സന്തോഷം കാണാനായിട്ടാണ് എൻ്റെ വിധി. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാവുമെന്നും തോന്നണില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളങ്ങനെ നിരാശപ്പെടാനൊന്നുമില്ല, എന്തായാലും അധികം വൈകാതെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാവും, അന്നും നമുക്ക് ഇതുപോലത്തെ ചടങ്ങൊക്കെ നടത്താം മോളെ എന്ന് പറയുമ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ വേണമെന്നൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കണില്ല. എനിക്കങ്ങനെ കുഞ്ഞുണ്ടായാൽ തന്നെ മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കാനൊന്നും ആ കൊച്ചിന് പറ്റില്ല. അതെങ്ങനെയാണ്, അവൻ്റെ അച്ഛനാണെങ്കിൽ പിശുക്കനല്ലേ, അങ്ങനെയുള്ള ഒരാൾക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കണില്ല അമ്മേന്ന്. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തവും ലേഹയും വരാണ്. ആ സമയത്ത് കണ്ണൻ ഇറങ്ങി ചെന്നിട്ട് കയറി വാടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവണില്ല. എന്നിട്ട് ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് അയാളുടെ കൂട്ടുകാരനും കേട്ടോളും വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അവരുടെ കലാപരിപാടികളായിരിക്കും ഇവിടെ നടക്കാൻ പോണേ, നമുക്ക് എന്തായാലും ഇവിടെ റോളൊന്നുമില്ല അമ്മേ, നമുക്ക് അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ദുർഗയും ഉണ്ണി അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ലേഖ വന്നിട്ട് കണ്ണനോട് മഹാലക്ഷ്മി എവിടെയെന്ന് ചോദിക്കുമ്പം മഹിയും മഞ്ജുവും കൂടെ മുകളിലുണ്ട്, അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ലേഖ അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നു. ഈ നേരത്ത് മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒരുക്കുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് മതി മഞ്ജു, ഇത്രമാത്രം ഒരുക്കാൻ എൻ്റെ കല്യാണമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം കല്യാണം അല്ലെങ്കിലും ഇന്ന് ഏടത്തീനെ കാണുമ്പം എല്ലാവർക്കും അസൂയ തോന്നണം, ആ രീതിയിൽ തന്നെ ഏടത്തീനെ ഞാൻ ഒരുക്കും എന്നും പറഞ്ഞ് നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് സ്വർണ്ണാഭരണമൊക്കെ ഇടിപ്പിച്ച് പുതുവെണ്ണിനെ കൂട്ടി ഇങ്ങനെ ഒരുക്കി നിർത്തുന്നുണ്ട്. അന്നേരമാണ് ലേഖ അങ്ങോട്ട് ചെല്ലണത്. ഈ മഹാലക്ഷ്മിയെ കണ്ടതും ലേഖ പറയുന്നുണ്ട് ഇപ്പം മഹീനെ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണ പെണ്ണാന്നേ തോന്നുള്ളൂ, എന്ത് ഭംഗിയാണ് മഹീനെ കാണാൻ, അതിൻ്റെ ക്രെഡിറ്റൊക്കെ മഞ്ജു എന്നെ ഇങ്ങനെ ഒരുക്കിയെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഈ മഹാലക്ഷ്മിയുടെ 7ാം മാസത്തെ ചടങ്ങിന് പോണില്ലേന്ന് പ്രതാപൻ്റെ അമ്മേനോട് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ പോകണമൊന്നുമില്ല, എന്നാൽ ഞാൻ പോട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ പോകുമൊന്നും വേണ്ട, നീ പോയാൽ ശരിയാവില്ല, നീ പോകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനിവിടെ പൂട്ടിയിടുമെന്ന് പറയണു. അങ്ങനെ പ്രതാപനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ വാതിൽ പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ നേരത്താണ് നമ്മളുടെ മോഹിനി ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ ചടങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങണത്. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകുമ്പോൾ അടിക്ക് ഒരുങ്ങി കെട്ടിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയില്ലേ ഇന്നല്ലേ ലക്ഷ്മി മോളുടെ 7ാം മാസത്തെ ചടങ്ങ്, ഞാൻ അത് കൂടാൻ പോവാം, അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങും വരുന്നില്ല, എൻ്റെ കരണമോൾക്കൊരു കുഞ്ഞുണ്ടാവാതെ അവൾക്ക് കുഞ്ഞുണ്ടാവുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ എന്നാൽ അമ്മ വരണ്ട ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഈ മോഹിനി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീയും നിൻ്റെ മോളും ഇത്രയും ദിവസം പ്രതാപനെയും കർണേനെയും എന്നെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ, കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാന്ന് എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ആ ഭീഷണി വേണ്ടടി, എന്തായാലും പ്രതാപൻ എവിടെയെങ്കിലും വെച്ച് കണ്ണനെ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം അവനോട് പറയും. അങ്ങനെ പ്രതാപൻ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെക്കാളും കൂടുതൽ ബാധിക്കാൻ പോണത് നിന്നെയും നിൻ്റെ മോളെ, അതുകൊണ്ട് പ്രതാപൻ സത്യങ്ങൾ പറയാതിരിക്കാൻ നീയും നിൻ്റെ മോളും സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അതിന് എന്നെയും എൻ്റെ മോളെ അത് ബാധിക്കണേ എങ്ങനെയാണ്, ഞാനും എൻ്റെ മോളും അല്ലല്ലോ അത് ചെയ്തത്, അമ്മയുടെ മോനല്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ മോനാ ചെയ്തെങ്കിലും അന്ന് ആ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നത് നിൻ്റെ മോളാടി, എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും അവളത് കണ്ണനോട് പറഞ്ഞില്ലല്ലോ,
കണ്ണൻ്റെ അച്ഛനെ കൊന്ന വിവരം കണ്ണനോട് മറച്ചു വച്ചതിന് എന്തായാലും കണ്ണനക്ക് മഹാലക്ഷ്മിയോട് ദേഷ്യം തോന്നും. അതുകൊണ്ട് പ്രതാപനിൽ നിന്നും കണ്ണൻ സത്യങ്ങൾ അറിയാതിരിക്കേണ്ടത് നിൻ്റെ മകളുടെയും കൂടി ആവശ്യമാണെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ലക്ഷ്മി മോള് ദൃക്സാക്ഷിയായിരുന്നു എന്ന് കണ്ണൻ അറിഞ്ഞാലും കുഴപ്പമില്ല. അന്ന് ലക്ഷ്മി മോള് തീരെ ചെറിയ കുട്ടിയല്ലായിരുന്നോ, ആ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല. അമ്മ ഇനി ആ ഭീഷണിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്നും പറഞ്ഞ് മോഹിനി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയാണെങ്കിൽ ഈ ലേഹയോട് പറയുന്നുണ്ട്, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുക ലേഹെ, ഇനിയിപ്പോൾ കരുണയുടെ അച്ഛനെങ്ങാനും ഈ ചടങ്ങിൻ്റെ ഇടയിൽ വരുമോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ലേഹ പറയുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല. പിന്നെ ഒരു സമാധാനമുള്ളത് കരുണയ്ക്കും അയാളുടെ അമ്മയ്ക്കും ഇപ്പം അയാൾ സത്യങ്ങൾ പറയാതിരിക്കണ ഇഷ്ടം, അതുകൊണ്ട് അവരയാളെ വിടാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും ആ മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ചെങ്ങാനും അയാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടനോട് എല്ലാ സത്യങ്ങളും പറയില്ലേ എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞാൽ കണ്ണേട്ടന് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ണേട്ടനെ അത്രയധികം സ്നേഹിച്ചിരുന്നതാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ. ഇനിയിപ്പോൾ ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കുറേ നാളത്തേക്ക് കണ്ണേട്ടൻ സത്യങ്ങളൊന്നും അറിയാതിരിക്കണേ നല്ലത്, നമുക്ക് അതിനെന്തെങ്കിലും ഒരു വഴി നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കണ്ണനെ അങ്ങോട്ട് വന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, തൻ്റെ അമ്മ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ ഇപ്പോൾ വരുമായിരിക്കും കണ്ണേട്ട, ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുകയെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പോൾ മുത്തശ്ശിയും അച്ഛനൊന്നും മഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛനക്ക് ആകെ സമനില തെറ്റി നിൽക്കുകയല്ലേ, അതുകൊണ്ട് എന്തായാലും അയാൾ വരില്ല. പിന്നെ അയാൾ അവിടെ ഉള്ളപ്പോൾ അയാളുടെ അമ്മയ്ക്കും വരാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിലും ഇപ്പോൾ അയാളും ആ മുത്തശ്ശിയും വന്നില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതല്ല മഹി, അയാൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അയാൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരിക്കലും അയാളോട് എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇന്നിവിടെ വരുവാണെങ്കിൽ അയാൾക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കായിരുന്നു. ഇനിയിപ്പോൾ അയാൾ എൻ്റെ അച്ഛനെ കൊന്നൂന്നെങ്ങാനും ആയിരിക്കുമോ പറയാൻ പോണേന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല കണ്ണേട്ട, അല്ലെങ്കിൽ തന്നെ കരുണയുടെ അച്ഛനിപ്പോൾ ഒരു ലെവലും ഇല്ലാണ്ടാ സംസാരിക്കണേ, വായി തോന്നുന്നത് പോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അയാൾ പറയണതൊന്നും കണ്ണേട്ടൻ കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ ഫോൺ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുമ്പം നല്ല രീതിയിൽ തന്നെയാണല്ലോ അയാൾ സംസാരിക്കുന്നത്, അതിലൊരു മിസ്റ്റേക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ എന്നും പറഞ്ഞ് കണ്ണനെ കൊണ്ട് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി വീണ്ടും ലേഹയോട് പറയുന്നുണ്ട്, ലേഹെ എനിക്ക് എന്തൊക്കെയോ വല്ലാത്തൊരു ഭയം തോന്നണമെന്ന് പറയുമ്പോൾ തൽക്കാലം മഹി സമാധാനമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും അയാളും കൂടെ കയറി വരാതിരുന്നാൽ മതിയായിരുന്നു. അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ വിളിച്ചു പോകും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് അയാളാണെന്ന്. അതിന് മഹാലക്ഷ്മി സാക്ഷിയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല മഹീന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.